പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സിഞ്ചൻ്റെ സെഞ്ചുറി ഈ കഥ കേൾക്കൂ. പച്ചപ്പ് നിറഞ്ഞ കാട്ടുമൈതാനത്ത് വൈകുന്നേരം ക്രിക്കറ്റ് കളിയുടെ ആരവം മുഴങ്ങാറുണ്ട്. മാനുകളുടെ ക്രിക്കറ്റ് സംഘത്തിൻ്റെ ശബ്ദം കേൾക്കാം. സംഘത്തിൻ്റെ നായകൻ ആത്മവിശ്വാസവും ധൈര്യവും നിറഞ്ഞ സൂര്യൻ, അവൻ്റെ കൂടെ കരുത്തുള്ള കൂട്ടുകാരനായ ശേഷൻ, ഭൂമൻ, പാണ്ഡൻ എന്നിവർ ഒത്തുചേർന്ന് വലിയ ടീമുകളെ നേരിടാൻ തയ്യാറായി പരിശീലനം നടത്തും. ആ സംഘത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, സിഞ്ചൻ. സൗമ്യനും ശാന്തനുമായ സിഞ്ചൻ പന്തടിക്കാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. പക്ഷേ സംഘത്തിലെ പലരും അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞില്ല. ഇവനെ നമുക്ക് കൂട്ടണ്ട, ഇവന് വലിയ കഴിവൊന്നുമില്ല, അവർ പരസ്പരം പറഞ്ഞ് കളിയാക്കി ചിരിക്കും. അതുകൊണ്ട് മത്സരങ്ങളിൽ സിഞ്ചന് അവസരം കിട്ടാതെ പോയി. കാലം കടന്നു. മത്സരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി നടന്നു. പക്ഷേ മാനുകളുടെ സംഘം വീണ്ടും വീണ്ടും തോറ്റു തുടങ്ങി. എല്ലാവരുടെയും മുഖത്ത് നിരാശ. ഒരു ദിവസം നായകനായ സൂര്യൻ പറഞ്ഞു, നമുക്ക് സിഞ്ചനൊരവസരം കൊടുത്താലോ? ചിലർ കളിയാക്കി ചിരിച്ചു, ചിലർ ഒന്നും പറഞ്ഞില്ല. ഏതായാലും സിഞ്ചൻ ധൈര്യപൂർവം സൂര്യൻ്റെ വാക്കുകൾ ഏറ്റെടുത്തു. അവൻ്റെ ഹൃദയം മിടിച്ചു. എനിക്ക് കഴിയും, ഞാൻ ശ്രമിക്കും, ഞാൻ വിജയിക്കും, അവൻ മനസ്സിൽ പറഞ്ഞു. പന്ത് വന്ന വഴി ടക്ക്! സിഞ്ചൻ അടിച്ച പന്ത് മൈതാനം കടന്ന് പറന്നു. കാണികൾ കൈയടിച്ചു. കൂട്ടുകാർ അതിശയത്തോടെ നോക്കി. ആ ദിവസം സിഞ്ചൻ്റെ അത്ഭുതകരമായ കളിയുടെ മികവിൽ മാനുകൾ ജയിച്ചു. അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ സിഞ്ചൻ തുടരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സംഘാംഗങ്ങൾ ഇപ്പോൾ അവനെ ആദരവോടെ നോക്കാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം കാട്ടിലെ ഏറ്റവും വലിയ മത്സരമെത്തി, അന്തർകാനന ലോകകപ്പ്. സിഞ്ചൻ്റെ മികവിൽ അവർ ഫൈനലിലെത്തി. ഫൈനലിൽ നേരിടേണ്ടത് മ്ലാവുകളുടെ ശക്തമായ സംഘമായിരുന്നു. മൈതാനം നിറയെ മൃഗങ്ങൾ കാഴ്ചക്കാരായെത്തി. എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്നു. മ്ലാവുകൾ നല്ല രീതിയിൽ അടിച്ചു മുന്നേറി. അങ്ങനെ അവസാന ഘട്ടത്തിലെത്തി. സിഞ്ചൻ്റെ സംഘം ബാറ്റിങ്ങിന് പുറത്തിറങ്ങി. കൂട്ടുകാർ ഓരോരുത്തരായി മ്ലാവുകളുടെ ആക്രമണത്തിൽ തോറ്റു പുറത്തായി. സിഞ്ചനും ഭൂമനും മൈതാനത്ത്. സിഞ്ചാ, നമുക്കിത് നേടണം, ഭൂമൻ പറഞ്ഞു. അടുത്ത പന്ത് വന്നു. സിഞ്ചൻ ബാറ്റ് വീശി. പന്ത് ഒറ്റയടി, സിക്സർ! കാണികൾ ആവേശം പൂണ്ടു. 1-2 പന്തുകൾ കഴിഞ്ഞപ്പോൾ ഭൂമൻ പുറത്തുപോയി. അവസാനം വന്ന ചങ്ങാതി പാണ്ഡനോടൊപ്പം അവർ കളിച്ചു. പാണ്ഡനും സിഞ്ചനും കൂടി ഓട്ടവും ചാട്ടവുമായി റൺ നിരക്ക് കൂട്ടി. ഇനി വെറും 3 റണ്ണുകൾ കൂടി കിട്ടിയാൽ മാനുകളുടെ പട വിജയിക്കും. കാണികൾ ശ്വാസമടക്കി പിടിച്ചു. മ്ലാവുകളുടെ കരുത്തനായ പന്തേറുകാരൻ സിഞ്ചന് നേരെ അതിശക്തമായ ഒരു പന്തെറിഞ്ഞു. സിഞ്ചൻ ടക്ക് എന്ന് ഒരൊറ്റയടി. പന്ത് മൈതാനം കടന്ന് വളരെ ദൂരേക്ക് തെറിച്ചു. സിക്സർ! കാണികൾ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി 4 കാലിൽ നൃത്തം ചെയ്തു. അതെ, സിഞ്ചൻ്റെ മികവിൽ മാനുകളുടെ സംഘം ലോകകപ്പ് ഉയർത്തി. സൂര്യൻ്റെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു. പന്തുമായി പാഞ്ഞെത്തിയ എതിരാളികളെ വിറപ്പിച്ച സിഞ്ചൻ ട്രോഫി ഉയർത്തിയപ്പോൾ എല്ലാവരും സിഞ്ചനെ ചേർത്തു പിടിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, എനിക്കുള്ള ദിവസമാണിന്ന്.